ഒരു സൂഫി കഥയുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ആ നാട്ടിൽ ജീവിച്ചിരുന്ന ആബാലവൃദ്ധം ജനങ്ങളും ആ നെറുകേടിൽ പങ്കുകൊണ്ടുവന്ന വയോവൃദ്ധർ പോലും വിറകുകൾ ശേഖരിച്ച് ആ തീക്കുണ്ടത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് പണിയെടുത്തു എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു കുഞ്ഞു തവള അതിന്റെ ചെറിയ വായയിൽ വെള്ളം കൊണ്ടുവന്ന് ആ വലിയ തീക്കുണ്ടാരത്തിലേക്ക് തുപ്പുന്നുണ്ട്. ഇത് കണ്ട് ആ തവളക്കുഞ്ഞിനോട് ചോദിച്ചു അത്രേ, ആകാശത്തിലെ പറവകൾ പോലും ചിറക് കരിഞ്ഞ് താഴെ വീഴുന്ന ഇത്രയും വലിയ തീക്കുണ്ടത്തിലേക്ക് നിന്റെ കുഞ്ഞുവായിലെ വെള്ളം കൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ആ തവളക്കുഞ്ഞു പറഞ്ഞു അത്രേ, നാളെ പടച്ചറപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ ഒരു നെറുകേട് നടന്നപ്പോൾ നീ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ടാകുന്നത് ഞാൻ ചെയ്തു എന്ന് എൻ്റെ റബ്ബിനോട് പറയാമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് അത് ഞാൻ ചെയ്തത് എന്ന് ആ തവളക്കുഞ്ഞു പറഞ്ഞു എന്ന് ഒരു സൂഫി കഥയിൽ വായിച്ചത് ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും വലിയൊരു വംശഹത്യ നമുക്ക് മുന്നിൽ നടക്കുകയാണ്. അങ്ങ് ഫലസ്തീനിൽ, ഗസയിൽ ഓരോ 10 മിനിറ്റിലും ഒരു കുട്ടി വീതം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം. ദിവസങ്ങളോളം അനുഭവിച്ച പട്ടിണിക്കൊടുവിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നിടത്തേക്ക് ബാക്കിയായ അല്പം ജീവനും കൊണ്ട് വേച്ചുവെച്ചെത്തുന്ന കുട്ടികളുടെ മുകളിലേക്കാണ് ബോംബിടുന്നത്. വയറിലെ അഗ്നി കെടാതെ അഗ്നിഗോളമായി കുട്ടികൾ എരിഞ്ഞമരുകയാണ്. ഇതിനെതിരെ ഒന്നുറക്കെ കരയാൻ പോലുമാകാതെ ലോകം നിർവികാരരായി നിൽക്കുമ്പോൾ ഭൂഗോളത്തിന്റെ പല കോണുകളിലുള്ള മനുഷ്യർ മൗനമെന്ന ശക്തമായ ആയുധം കൊണ്ട് നേരിടാൻ നടത്തുന്ന നീക്കമാണ് ഇന്നലെ മുതൽ ഒരാഴ്ചത്തേക്ക് ആരംഭിച്ച അരമണിക്കൂർ നേരം ഇന്റർനെറ്റ് ഓഫ് ചെയ്യുന്ന സമരം. നിശബ്ദമായൊരു നിലവിളി. ഗസയിലെ നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ലോകമനസാക്ഷിയുടെ ഹൃദയമുദ്ര ചാർത്തിയ ഒരു മൗന പിന്തുണ. സൈലൻസ് ഫോർ ഗസ. നമുക്കും പങ്കാളികളാകാം. ലോകം കണ്ട ഏറ്റവും വലിയ നെറുകേടിനെതിരെ എന്നാലായത് ഞാൻ ചെയ്തെന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ നമുക്ക് പറയാമല്ലോ.